വിളിച്ചു പറയുകയാണ് വാർത്തകൾ ലഭിക്കുന്നില്ല, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന്. അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ്. ഇസ്രായേലിന്റെ ആക്രമണവും ഫലസ്തീന്റെ തിരിച്ചടിയും വലിയ വ്യത്യാസമാണുള്ളത്. അതായത് ഇസ്രായേൽ ലോകത്തെ വൻ ശക്തിയാണ്, ഫലസ്തീൻ എല്ലാം കൊണ്ടും തളർച്ചയിലുള്ള ഒരു പ്രദേശം, അങ്ങനെ വേണം പറയാൻ, രാജ്യം പോലുമല്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്രമണ രീതി എന്ന് പറയുന്നത് വ്യോമാക്രമണമാണ്. അതായത് ഗസയുടെ മുകളിലേക്ക് പറന്നു വന്ന് ഹെലികോപ്റ്ററിൽ കൃത്യമായി കെട്ടിടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കെട്ടിടങ്ങളിലേക്ക് ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തൊടുത്തുവിടുന്ന ഒരു ഫോർമുലയാണ് ഇസ്രായേൽ യുദ്ധരംഗത്ത് ഫലസ്തീനെതിരെ ചെയ്യുന്നുള്ളത്. എന്നാൽ ഫലസ്തീൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഥവാ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു രീതിയാണ്. ഫലസ്തീന്റെ പക്കൽ അത്യാധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഹെലികോപ്റ്റർ പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വ്യോമാക്രമണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഫലസ്തീൻ തിരിച്ചടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾക്കകലെ നിന്നുകൊണ്ട്, അത് 5-10 കിലോമീറ്ററുകൾ അല്ല, മറിച്ച് 100 കിലോമീറ്ററുകൾ 200 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടാണ് അവർ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നുള്ളത്. ഈ റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ നഗരങ്ങളിൽ പതിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അയൺ ഡോം, ഇതിൽ പകുതിയിലധികം റോക്കറ്റുകളെ ഇല്ലാതാക്കിയെങ്കിൽ പോലും പക്ഷേ ഇതിൽ കൂടുതൽ റോക്കറ്റുകളും നഗരങ്ങളിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീൻ ചെയ്യുന്നത് ഈ രീതിയാണ്. എന്നാൽ ഇസ്രായേൽ വളരെ കൂളായി വരുന്നു, അവർ അറ്റാക്ക് ചെയ്യുന്നു, പോകുന്നു. പക്ഷേ ഫലസ്തീൻ ഒരു അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രയാസമുണ്ട്. ആ ഫലസ്തീൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഒരു വലിയ നിർണായക നീക്കമാണ്. റാമോൺ എയർപോർട്ട് എന്ന് പറയുന്ന ഇസ്രായേലിലെ വലിയ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹമാസിന്റെ പേരിൽ ഫലസ്തീനിൽ നിന്ന് ദ അയാഷ് എന്ന പേരിലുള്ള ഒരു മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അതായത് എയർപോർട്ട് തകർക്കുക എന്നുള്ളതാണ് ആ മിസൈൽ കൊണ്ട് ഹമാസ് ഉദ്ദേശിക്കുന്നുള്ളത്. ഏകദേശം 250 കിലോമീറ്റർ താണ്ടാൻ ശേഷിയുള്ള ഈ മിസൈൽ അത്യാധുനികപരമായിട്ടുള്ള സംവിധാനങ്ങളിൽ നിർമ്മിച്ച ഒരു മിസൈൽ തന്നെയാണ് എന്നാണ് പലരും അവകാശപ്പെടുന്നുള്ളത്. അതായത് റിപ്പോർട്ടുകൾ ആ രീതിയിലാണ് പറയുന്നുള്ളത്. ദ അയാഷ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ ഇസ്രായേലിലെ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹമാസ് തൊടുത്തുവിടുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുകയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യുദ്ധം ഒരിക്കലും സമാധാനം തരുകയില്ല. ഇരു വിഭാഗങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടാക്കും. നിരപരാധികളാണ് ഇതിൽ ഏറെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. പക്ഷേ ഹമാസിന് തിരിച്ചടിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം ഹമാസ് നടത്തിയിട്ടുള്ളത്. ഈ റോക്കറ്റ് അവിടെ പതിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവിടെ വീണ് കഴിഞ്ഞാൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുക. എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ, ലോകരാഷ്ട്രങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തട്ടെ, ഫലസ്തീന് ലഭിക്കാനുള്ള അവകാശങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ താൽക്കാലികമായിട്ട് പരസ്പര ധാരണയിലൂടെ യുദ്ധം അവസാനിക്കാൻ ഇരു രാഷ്ട്രങ്ങൾക്കും സാധിക്കും. പക്ഷേ ഇരു രാഷ്ട്രങ്ങളും കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് അവരാദ്യം പറയട്ടെ, ഇവരാദ്യം പറയട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ആ സമയങ്ങളിൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം മുന്നോട്ട് പോകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.